അവരെ നശിപ്പിച്ചു കളയൂ എന്നല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോക്കൂ, യുദ്ധങ്ങൾ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം, നബി യുദ്ധം ചെയ്തിട്ടില്ലേ, അതൊക്കെ വലിയ പ്രശ്നമായി കാണുന്ന ആൾക്കാർ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നബിന്റെ യുദ്ധങ്ങൾ പഠിച്ചോളിയാണ്. മനസ്സിലായില്ലേ? ഇതാണ് പറയുന്നത്. നിങ്ങൾ നബിയുടെ യുദ്ധവും പഠിച്ചോളൂ. നബിയുടെ യുദ്ധത്തിലും കാരുണ്യമാണ്. നേരെപ്പടി യുദ്ധം ചെയ്യല്ല, പരസ്പരം സന്ധി സംഭാഷണമാണ്. എല്ലാം മുടക്കാനുള്ള, എതിർക്കാനുള്ള, തടയാനുള്ള എല്ലാ വഴികളും നോക്കാണ്. എന്നിട്ടും യുദ്ധം തന്നെയാണ് പരിഹാരം. യുദ്ധം ചെയ്തേ ഞങ്ങൾ തിരിച്ചു പോകൂ, മുഹമ്മദിന്റെ ശവശരീരം കൊണ്ടേ ഞങ്ങൾ മടങ്ങൂ എന്ന് ശപഥം ചെയ്യുന്നവരുമായി പിന്നെ എന്ത് ചെയ്യും? അധികാരമുള്ള ഭരണാധികാരിക്ക് അദ്ദേഹത്തിന്റെ കീഴിലുള്ള സൈന്യത്തെ ഉപയോഗപ്പെടുത്തി പടയോട്ടം നടത്താനുള്ള സ്വാതന്ത്ര്യം എല്ലായിടത്തുമില്ലേ? അത് പ്രവാചകൻ നടത്തിയിട്ടുണ്ട്. എന്നാൽ ആ പടയോട്ടം നടത്തുമ്പോ കുട്ടികൾക്ക് പ്രയാസമുണ്ടാകരുത്, സ്ത്രീകൾക്ക് പ്രയാസമുണ്ടാകരുത്. അതുപോലെ തന്നെ ആരാധനയിൽ കഴിച്ചുകൂട്ടുന്ന സന്യാസി മഠത്തിൽ കഴിച്ചുകൂട്ടുന്ന സന്യാസിമാർക്കും പ്രയാസമുണ്ടാകരുത്. ഫലവൃക്ഷങ്ങൾ നിങ്ങൾ നശിപ്പിക്കരുത്. ഈവൻ യുദ്ധത്തിലാണ് നിങ്ങൾ ഏർപ്പെടുന്നതെങ്കിൽ പോലും ഒരാളെ കൊന്നിട്ട് അയാളെ അംഗവിച്ഛേദം നടത്തി വൃത്തിഹീനമാക്കരുത്. അവിടെയെല്ലാം നിങ്ങൾ ഇഹ്സാൻ കാണിക്കണം. നിങ്ങൾ അതിർ ലംഘിച്ചു പോകരുതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതൊക്കെ സുഹൃത്തുക്കളെ എന്താണ് നമ്മൾ വായിക്കണം? ഇതൊക്കെ ക്രൂരതയാണ്, ഇതൊക്കെ അന്യായമാണോ? ഇതൊക്കെ തീവ്രതയാണോ? ഇതൊക്കെ മനുഷ്യത്വമാണ്, കാരുണ്യമാണ്, ജീവന് കൊടുക്കുന്ന വിലയാണ്. നോക്കൂ, മിണ്ടാ പ്രാണികളോട് പോലും എന്താ പറഞ്ഞത്? പച്ചക്കരളുള്ള എന്തിനോടും നിങ്ങൾ കരുണ കാണിക്കണമെന്നാണ്. ആ കാരുണ്യമാണ് നമുക്ക് കഴിക്കാൻ നിശ്ചയിച്ച മൃഗങ്ങളെ നമ്മൾ അറുക്കുന്നതും ഭക്ഷിക്കുന്നതും. ഈ ഉരുക്കളൊക്കെ ഇവിടെ യഥേഷ്ടം ജീവിക്കുകയാണെങ്കിൽ എന്തൊക്കെ അവസ്ഥ? ഒരുപാട് പ്രായം ചെന്നത്, ഒരുപാട് രോഗമായത്, അലഞ്ഞ് തിരിഞ്ഞു വാഹനം ഇടിച്ച് ആകെക്കൂടെ പ്രയാസമായി. അത് ബുദ്ധിമുട്ടിക്കലല്ലേ യഥാർത്ഥത്തിൽ? അവിടെയും കാരുണ്യമാണ്. അറുക്കുമ്പോൾ നിങ്ങൾ മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കണമെന്നും മറ്റുള്ള മൃഗങ്ങളുടെ കണ്ണിൽ നിന്ന് നിങ്ങൾ മറച്ചു വെക്കണമെന്നും അങ്ങനെ ഒരുപാട് ചിട്ടവട്ടങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം എന്ന ഈ സുന്ദരമായ മതം. മാത്രമല്ല, ഒരു മിണ്ടാപ്രാണിയുടെ, നോക്കൂ, ഒരു ജന്തുവിന്റെ ഫീലിംഗ് വരെ റസൂൽ മനസ്സിലാക്കി. തലക്ക് ചുറ്റും ഒരു തള്ളപ്പക്ഷി വട്ടമിട്ട് പറക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ആരാണ് ആരാണ് ഈ തള്ളപ്പക്ഷിയെ അതിന്റെ കുട്ടിയുടെ പേരിൽ ആ കുട്ടിയെ എടുത്തുകൊണ്ട് പേടിപ്പിച്ചത്? ആരാണ്? ഒരു തള്ളപ്പക്ഷിയുടെ ഫീലിംഗ് അള്ളാഹു റസൂൽ ടച്ച് ചെയ്യാൻ കുട്ടി രക്ഷപ്പെട്ട തള്ളപ്പക്ഷിക്ക് എന്താ തോന്നാ? പേടിയും ബേജാറുമല്ലേ? ആരാണ് ഈ പക്ഷിയെ ബേജാറാക്കിയത്? അള്ളാഹു റസൂലിന്റെ സ്വഹാബത്ത് പറയാൻ, നബിയെ, ഞങ്ങൾ അതിന്റെ കുട്ടിയെ പിടിച്ചു, ആ തള്ളപ്പക്ഷിക്ക് ആ കുട്ടിയെ തിരിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യം സ്വന്തം കുടുംബത്തിൽ, സമൂഹത്തിൽ, നാട്ടുകാരിൽ, എല്ലാവരും, ശത്രുക്കളിൽ, അണികളിൽ, അഗതികളിൽ, അനാഥകളിൽ, വിധവകളിൽ, ബന്ധികളിൽ, അങ്ങനെ തുടങ്ങി എല്ലാവരിലും വ്യാപിച്ചു കിടക്കുന്നു. ആ റഹ്മത്ത് ജന്തുജാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭക്ഷണം കൊടുക്കാത്ത ഒട്ടകം അത് വിറളി കൊണ്ടപ്പോ അതിന്റെ ഓണർ വിളിച്ചിട്ട് റസൂൽ പറഞ്ഞു, ഒന്നുകിൽ നീ ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ ഒട്ടകത്തെ